ഈ ഹമാസ് തീവ്രവാദ സംഘടന എന്ന് നമുക്ക് കോഴിക്കോട് എന്ന് പറയാൻ അവകാശമില്ല. കാരണം നീയാണല്ലോ കോടതി. ഇന്ത്യ അംഗമായ ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ ലിസ്റ്റുള്ള സംഘടനകളിൽ ഈ സെക്കൻഡ് വരെ ഈ മഗ്‌രിബ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മീറ്റർ ഹമാസ് ഇല്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു. ഒന്നാമത്തെ കാര്യം, ഹമാസ് UN അവരുടെ ലിസ്റ്റിൽ, ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെറർ ലിസ്റ്റിൽ ഇല്ല എന്നതുകൊണ്ട് അത് ടെറർ ഓർഗനൈസേഷൻ അല്ല എന്നാണ് പറയുന്നത്. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? ഐസിസ് ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? അറിയില്ല. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. താങ്കളത്ര എല്ലാ കാര്യത്തിലും വിവരമില്ല. ഹമാസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് തീവ്രവാദ സംഘടനയാണോ എന്നാ ചോദിച്ചത്. അറിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. RSS നല്ല ഒന്നാം തരം തീവ്രവാദ സംഘടന യുവന്റെ ലിസ്റ്റിലുണ്ടോ? യുവന്റെ ലിസ്റ്റിലുണ്ടോ? അതല്ല ഉദ്ദേശം. യുവന്റെ ലിസ്റ്റിലുണ്ടോ? യുവന്റെ ലിസ്റ്റിലുണ്ടോ? RSS ഇന്ത്യയിലുള്ള ഒരു സംഘടനയാണ്. അത് ഇന്ത്യയിലുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ തൊട്ടു വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ട് ദിവസം രാവിലെ മുതൽ രാത്രി വരെ അവരുടെ ചെയ്തികളും പ്രവർത്തികളും കാണുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. പക്ഷെ അങ്ങകലെയുള്ള ഒരു രാജ്യത്തിന്റെ ഒരു സംഘടനയെ നിങ്ങൾ ഇവിടുന്ന് അതിനെ ഒരു തീവ്രവാദ സംഘടനയാക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് അപ്പുറത്തുള്ള ഒരു സംവിധാനമായതുകൊണ്ടും അത് നമുക്ക് ഇന്റർനാഷണലിലുള്ള ഒരു അംഗീകാരം ആവശ്യമാണ്. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി എത്ര ദൂരം നിന്ന് പറഞ്ഞാലാണ് അത് ശരിയാവുക? നിങ്ങൾ ദുബായി പോയി നിന്നിട്ട് RSS തീവ്രവാദ സംഘടനയാന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനയാവും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് എങ്ങനെ? ഞാൻ രാത്രി 12 വരെ നിങ്ങളോട് തയ്യാറാണ്. പക്ഷെ നമുക്ക് ഫാക്റ്റ് ആണ് വേണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങള് ഹമാസിനെ തീവ്രവാദ സംഘടനയാണോ അല്ലെങ്കിൽ ഒന്ന് തീരുമാനിക്കും. യുവന്റെ സൗദി അറേബ്യയിലാണ് RSS ഉള്ളെങ്കിൽ ഇന്ന് RSS ആ സെക്കൻഡിൽ തീവ്രവാദ സംഘടന ആയിരിക്കും. നരേന്ദ്രമോദി ഭരിക്കുന്ന, അമിത്ഷാ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലായതുകൊണ്ട് RSS തീവ്രവാദ സംഘടനയല്ല. ഇതിന്റെ പേരിലാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത്? അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിലാണോ? ഏത്? RSS യുവന്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പോലും ഒരു കോടകം കൂടി കിട്ടോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ ചോദിക്കണത്രേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് യുവന്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന RSS സൗദിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തീവ്രവാദ സംഘടന എന്ന് വിളിക്കാൻ തയ്യാറാവുന്നല്ലേ പറഞ്ഞു? അവിടുത്തെ രാജ്യം അത് നിരോധിച്ചിട്ടുണ്ടാവുമായിരുന്നു. അത്രക്കും എന്താ പറയുക, വൃത്തികെട്ട സമീപനങ്ങളും ഇടപെടലുകളും പ്രവർത്തികളും. ചോദ്യം, നീ ഒന്നും പണയണ്ട. ഇതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്നത് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രകാരമാണ് എന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല നമ്മളൊരു സാധനത്തിന് തീവ്രവാദമാണല്ലോ എന്ന് തീരുമാനിക്കുന്നത്. ഞാനത് ഐസിസിന്റെ കാര്യം ആദ്യം ചോദിച്ചു. ഞാൻ RSSന്റെ കാര്യം അല്ലല്ലോ ആദ്യം ചോദിച്ചത്. ഐസിസ് ഇവിടെ 2004 വരുമ്പോൾ ഐസിസിനെ തീവ്രവാദ സംഘടനയായിട്ട് UN പ്രഖ്യാപിക്കുന്ന 2015 അടുക്കുകയാണ്. അപ്പോൾ 2004 വന്ന് 2015 വരേക്കും ഐസിസ് തീവ്രവാദ സംഘടനയല്ലേ? അവർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? യസീദികളെ കൂട്ടക്കൊല ചെയ്യുന്നു, അവരെ അടിമകളാക്കി പിടിക്കുന്നു. മനാദിയ മുറാദിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ പല ആളുകളെയും ഈ പറയുന്ന സിറിയയിലും അതുപോലെ തന്നെ ഇറാഖിലും ആ പ്രദേശങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ആ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എണ്ണിയാൽ തീരില്ല. ഇന്നും ഇതേ ഐസിസിന്റെ ബാക്കി ആയിട്ടുള്ള ഈ ISIS KP എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ISIS വെസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്നത്, ബോക്കോ ഹറാം എന്ന പേരിൽ, അങ്ങനെ പല പല പേരിൽ അത് രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇന്നും ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെയോ തീവ്രവാദമായിട്ട് കണക്കാക്കുന്നത് അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തിയിട്ടാണ്. നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് RSS ഒരു തീവ്രവാദ സംഘടനയാണെന്ന്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ അതേ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹമാസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് പറയുന്നത്. അത് നമ്മൾ തുറന്നു കാണിക്കേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.